ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള മിഡീവൽ ഇന്ത്യ, മധ്യകാല ഇന്ത്യയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൾച്ചറൽ ഇൻറ്റഗ്രേഷൻ ആണ്. എന്ന് വെച്ചാൽ എന്താ? സാംസ്കാരിക സമന്വയം. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ? അതെന്താണ്? എക്സെപ്റ്റ് ഫ്രം ദി ബുക്ക് രാസ്നാമ. രാസ്നാമ എന്ന ബുക്കിൻ്റെ പുറം ചട്ടയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ആ ബുക്ക് എന്താ നമുക്ക് നോക്കാം അല്ലേ? ദിസ് ഈസ് ദ ഫ്രണ്ട് കവർ ഓഫ് ദി മഹാഭാരത ട്രാൻസ്ലേറ്റഡ് ഇൻ ടു പേർഷ്യൻ ഡ്യൂറിങ് ദ മുഗൾ എറ. മുഗൾ കാലഘട്ടത്തിൽ മഹാഭാരതത്തെ പേർഷ്യൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വിവർത്തനം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പുസ്തകത്തിൻ്റെ കവർ പേജാണ്, പുറം ചട്ടയാണ് ഇവിടെ നമുക്ക് മുകളിൽ തന്നിരിക്കുന്നത്. It was translated by Dara Shukho, the son of Mughal ruler ഷാജഹാൻ. ഷാജഹാന്റെ മകനായിട്ടുള്ള ദാരാ ഷുക്കോ ആണ് ഈ മഹാഭാരതം പേർഷ്യൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തി. This is an example of the Mughals blending with Indian culture. മുഗൾ വംശജര് ഇന്ത്യൻ കൾച്ചറുമായിട്ട് കൂടി ചേർന്നതിനുള്ള ഒരു എക്സാമ്പിളാണ് ഇതില്ലേ. Then such blending of culture took place in many regions. ഇതുപോലെയുള്ള കൂടിച്ചേരലുകൾ ഇന്ത്യൻ കൾച്ചറിൽ മാത്രമല്ലായിരുന്നു, വിവിധ മേഖലകളിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനുള്ള എക്സാമ്പിൾസ് എന്തൊക്കെയാന്ന് നോക്കാം. താജ്മഹൽ, ആഗ്ര ഫോർട്ട് ആൻഡ് റെഡ് ഫോർട്ട് ആർ എക്സാമ്പിൾസ് ഓഫ് ദ ഫ്യൂഷൻ ഓഫ് ഇന്ത്യൻ ആർക്കിടെക്ചറൽ സ്റ്റൈൽ വിത്ത് ദ പേർഷ്യൻ സ്റ്റൈൽ ബ്രോട്ട് ഹിയർ ബൈ ദ മുഗൾസ്. അതുപോലെ നമ്മുടെ താജ്മഹൽ, ആഗ്ര ഫോർട്ട്, അതുപോലെ റെഡ് ഫോർട്ട്, ചെങ്കോട്ട, ഇതൊക്കെ ഉണ്ടല്ലോ. ഇതെല്ലാം തന്നെ ഇന്ത്യക്കാരുടെയും അതുപോലെ തന്നെ പേർഷ്യക്കാരുടെയും ആർക്കിടെക്ചറൽ സ്റ്റൈലിൻ്റെ ഒരു സമന്വയമാണ്. രണ്ടിൻ്റെയും കൂടിയുള്ള ഒരു മിക്സിംഗ് ആണ് നമ്മുടെ ഈ താജ്മഹലും ആഗ്ര ഫോർട്ടും റെഡ് ഫോർട്ടും ഒക്കെ വരുന്നത് അല്ലേ. അപ്പം അതും ഈ സാംസ്കാരിക സമന്വയത്തിനുള്ള ഒരു എക്സാമ്പിൾ ആണ് അല്ലേ. Urdu, a new language, was also formed by the fusion of Persian and Hindi languages during this period. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലാണ് നമ്മുടെ പേർഷ്യൻ ലാംഗ്വേജും ഹിന്ദി ഭാഷയും പേർഷ്യൻ ഭാഷയും കൂടി മിക്സ് ചെയ്തുകൊണ്ട് കൂടിച്ചേർന്നുകൊണ്ട് ഉറുദു എന്ന് പറയുന്ന ഒരു പുതിയ ലാംഗ്വേജ് രൂപം കൊണ്ടത്. ഹിന്ദുസ്ഥാനി മ്യൂസിക് ഓൾസോ ഒറിജിനേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് സിന്തസിസ്. അതുപോലെ ഈ ഒരു കൾച്ചറൽ ഇൻ്റഗ്രേഷൻ്റെ എന്ന് വെച്ചാൽ സാംസ്കാരിക സമന്വയത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഹിന്ദുസ്ഥാനി മ്യൂസിക്കും രൂപം കൊണ്ടിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ, താജ്മഹലിൻ്റെയും ആഗ്ര ഫോർട്ടിൻ്റെ, ആഗ്ര കോട്ടയുടെ ഒക്കെ പിക്ചർ കണ്ടല്ലോ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മുഗൾ ഭരണത്തെക്കുറിച്ചായിരുന്നു അല്ലേ. മുഗൾ രാജവംശത്തിലെ മുഗളന്മാരുടെ ഭരണത്തെക്കുറിച്ചായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ദ വിജയനഗര റൂളാണ് അല്ലേ. വിജയനഗര ഭരണത്തെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഡിഫറെൻറ്റ് ഡൈനാസ്റ്റിക് എക്സിസ്റ്റഡ് ഇൻ സൗത്ത് ഇന്ത്യ ഓൾസോ ഡ്യൂറിങ് ദിസ് പീരിയഡ്. ദി മോസ്റ്റ് പ്രൊമിനൻറ്റ് എമംഗ് ദം വാസ് ദ വിജയനഗര കിങ്ഡം. അന്നത്തെ കാലത്ത് സൗത്ത് ഇന്ത്യയിൽ, ദക്ഷിണേന്ത്യയിലും ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഡൈനാസ്റ്റികൾ, രാജവംശങ്ങൾ നിലനിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള രാജവംശങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു വിജയനഗര രാജ്യം. ഇനി അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സൗത്ത് ഇന്ത്യ എന്ന് പറയുമ്പോൾ എവിടെയാണ് വരുന്നത്? ഇവിടെ ഈ മാപ്പിൽ കണ്ടല്ലോ, താഴെ ഇന്ത്യയുടെ താഴ്ഭാഗത്തായിട്ടാണ് വരുന്നത്. വിജയനഗര ആൻഡ് ഹംപി. വിജയനഗരവും ഹംപിയും. ഹംപിയുടെ ഒരു പിക്ചർ നമ്മൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് പേജിൽ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ദെൻ വിജയനഗര സിറ്റി ഓഫ് വിക്ടറി വാസ് ദ നെയിം ഓഫ് ബോത്ത് എ സിറ്റി ആൻഡ് എ കിങ്ഡം. വിജയനഗരം എന്ന് വെച്ചാൽ സിറ്റി ഓഫ് വിക്ടറി അല്ലേ, വിജയത്തിൻ്റെ നഗരം. ഈ പേര് ഒരേ സമയം ഒരു സിറ്റിയുടെയും അതുപോലെ തന്നെ ഒരു രാജ്യത്തിൻ്റെയും പേരായിരുന്നു ഈ വിജയനഗരം എന്ന് പറയുന്നത്. The city was destroyed in 1565 CE and remained only in the minds of the people. ആ സിറ്റി, ആ ഒരു നഗരം എന്ന് പറയുന്നത് CE 1565 നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള നൂറ്റാണ്ടുകളിൽ ആ ഒരു സിറ്റി ജനമനസ്സുകളിൽ മാത്രം നിലനിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. It remained in their popular memory as ഹംപി. എല്ലാവരുടെയും മെമ്മറിയിൽ അതെന്തായിട്ടാണ് ഉണ്ടായിരുന്നത്? ഹംപി എന്ന പേരിലായിരുന്നു നിലനിന്നിരുന്നത്. The ruins of Hampi were discovered in 1800 by Colonel Mackens, an English East India Company officer. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഓഫീസർ ആയിട്ടുള്ള കേണൽ മാക്കൻസിയാണ് 1800 ഈ ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ദിസ് ഡിസ്കവറി ഡ്രൂ ദ അറ്റൻഷൻ ഓഫ് ദ റിസർച്ചേഴ്സ് ടു ദ ഹിസ്റ്ററി ഓഫ് വിജയനഗര. ആ ഒരു കണ്ടെത്തലാണ് അദ്ദേഹം ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി എന്ന് പറഞ്ഞു അല്ലേ.
ആ ഒരു കണ്ടെത്തലാണ് വിജയനഗരത്തിൻ്റെ ചരിത്രത്തിലേക്ക് റിസർച്ചേഴ്സിൻ്റെ ഗവേഷകരുടെ ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇവിടെ താഴെ എന്താണ് വിജയനഗര ഭരണം നടന്നിരുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് മാർക്ക് ചെയ്ത് ഒരു മാപ്പ് തന്നിട്ടുണ്ടല്ലേ. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ലിസ്റ്റ് ഔട്ട് ദ പ്രസന്റ് ഡേ ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ സിറ്റി ഓഫ് വിജയനഗര ഫ്രം ദി എബോവ് മാപ്പ്. മുകളിലുള്ള മാപ്പിൽ നോക്കിയിട്ട് വിജയനഗര സിറ്റിയിൽ ഉൾപ്പെട്ടിരുന്ന, വിജയനഗര രാജ്യത്തിൽ ഉൾപ്പെട്ടിരുന്ന ഇപ്പോഴത്തെ ഇന്ത്യൻ സ്റ്റേറ്റുകൾ, ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്കിയാൽ ഇന്ത്യയുടെ മാപ്പ് തന്നിട്ടുണ്ട്, അതുപോലെ വിജയനഗര രാജവംശം അടയാളപ്പെടുത്തിയിട്ടുള്ള മാപ്പും തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് വരുന്നത് നോക്കാം. ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് വരുന്നത്? യെസ്, കർണാടക വരുന്നുണ്ട്, തമിഴ്നാട് വരുന്നുണ്ട്, ആന്ധ്രാപ്രദേശ് വരുന്നുണ്ട്, തെലങ്കാന വരുന്നുണ്ട് അല്ലേ. ഇനി നമുക്ക് വിജയനഗര രാജാക്കന്മാർ, കിങ്സ് ഓഫ് വിജയനഗര ആരൊക്കെയാന്ന് നോക്കാം അല്ലേ. ഇവിടെ കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ് സംഗമ ഡൈനാസ്റ്റി എന്ന് വെച്ചാൽ എന്താ? സംഗമ രാജവംശം. അതിൽ വരുന്ന രാജാക്കന്മാർ ഏതൊക്കെയാണ്? ഹരിഹര ആൻഡ് ബുക്ക അല്ലേ, ഹരിഹരനും ബുക്കനും. നെക്സ്റ്റ് സാലുവ ഡൈനാസ്റ്റി അല്ലേ, സാലുവ വംശം, നരസിംഹ സാലുവ. നെക്സ്റ്റ് വരുന്നത് തുളുവ ഡൈനാസ്റ്റി, തുളുവ വംശം, വീരനരസിംഹൻ, അതുപോലെ കൃഷ്ണദേവരായർ. നെക്സ്റ്റ് വരുന്നത് അരവിഡു ഡൈനാസ്റ്റിയാണ് അല്ലേ. അരവിഡു ഡൈനാസ്റ്റിയിലെ രാജാക്കന്മാരാരാ? തിരുമാല, അതുപോലെ വെങ്കിട. വിജയനഗര വാസ് ഫൗണ്ടഡ് ഇൻ 1336 CE ബൈ ദ ബ്രദേഴ്സ് ഹരിഹര ആൻഡ് ബുക്ക. ഇതിലെ ഹരിഹരനും ബുക്കനും, ഹരിഹരൻ ബുക്കൻ എന്നീ സഹോദരങ്ങളാണ് CE 1336 വിജയനഗരം സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പം അത് നിങ്ങൾ ഓർത്തിരിക്കുക. എന്താണ് CE 1336 ഹരിഹരൻ, ബുക്കൻ എന്നീ സഹോദരന്മാരാണ് വിജയനഗരം സ്ഥാപിച്ചിട്ടുള്ളത് അല്ലേ. കൃഷ്ണദേവരായ വാസ് ദ മോസ്റ്റ് ഫേമസ് റൂളർ ഓഫ് ദി പവർഫുൾ ആൻഡ് വെൽത്തി കിങ്ഡം ഓഫ് വിജയനഗര. എന്താണ്? പവർഫുള്ളും വെൽത്തിയുമായിട്ടുള്ള, ശക്തവും അതുപോലെ സമ്പന്നവുമായിട്ടുള്ള രാജ്യമായിരുന്ന വിജയനഗരത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റൂളർ, ഫേമസ് ആയിട്ടുള്ള ഭരണാധികാരി ആരായിരുന്നു എന്നാണ് പറയുന്നത്? കൃഷ്ണദേവരായരായിരുന്നു അല്ലേ. അദ്ദേഹത്തിൻ്റെ ഇയർ എത്രയാ? ഏത് വർഷമായിരുന്നു അദ്ദേഹം ഭരിച്ചിരുന്നത്? 1509 മുതൽ 1529 വരെയാണ്. ലെറ്റ്സ് നോട്ട് ദ വേർഡ്സ് ഓഫ് ദി മോസ്റ്റ് യൂറോപ്യൻ ട്രാവലർ ബർബൂസ അബൌട്ട് ഹിം. അദ്ദേഹത്തെക്കുറിച്ച് യൂറോപ്യൻ ട്രാവലർ ആയിട്ടുള്ള ബർബൂസ പറയുന്നത് എന്താന്ന് നോക്കാം. ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. The king allowed such freedom that anyone, irrespective of being Christian, Jew, Moor or heathen, can come and go and live according to his creed without being annoyed in any way. Equality was ensured by the judicial system present there. ഏതൊരാൾക്കും യാതൊരു അസ്വരസവുമില്ലാതെ, ക്രിസ്ത്യാനിയെന്നോ ജൂതനെന്നോ മൂരെന്നോ കിരാതനെന്നോ വ്യത്യാസമില്ലാതെ തൻ്റെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് വന്നു പോകുന്നതിനും ജീവിക്കുന്നതിനും യാതൊരു തടസ്സവുമില്ലാത്ത വിധം രാജാവ് സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയും സമത്വം നിറഞ്ഞതാണ്. ബർബോസ ഇന്ത്യ സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരിയാണ് അദ്ദേഹം അല്ലേ. സോ എന്താ അദ്ദേഹം പറയുന്നത്? അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്? ഏത് മതക്കാർക്കും, ക്രിസ്ത്യാനിയായാലും ജൂതനായാലും മൂരായാലും കിരാതനായാലും ആർക്കും ഒരു വ്യത്യാസവും ഇല്ലാതെ തന്നെ അവരുടെ വിശ്വാസം എന്താണോ അതൊക്കെ നിലനിർത്തിക്കൊണ്ട് അവരുടെ നാട്ടിൽ വന്നു പോവുകയും താമസിക്കുകയൊക്കെ ചെയ്യാല്ലേ. അതിനൊന്നും ഒരു തടസ്സവും അവിടെ വരുത്തിയിരുന്നില്ല. എല്ലാവർക്കും സമത്വം നിറഞ്ഞിട്ടുള്ള ഒരു ഭരണകാലമായിരുന്നു അദ്ദേഹത്തിൻ്റെത് അല്ലേ. The reign of Krishnadevaraja was period of imperial expansion and development of the empire. കൃഷ്ണദേവരായരുടെ ഭരണകാലം എന്ന് പറയുന്നത് രാജ്യവ്യാപനത്തിൻ്റെയും അതുപോലെ വികസനത്തിൻ്റെയും കാലഘട്ടമായിരുന്നു. Lot of construction works were carried out during his reign. ധാരാളം കൺസ്ട്രക്ഷൻ വർക്കുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു. Apart from constructing more facilities in the capital city of Hampi, he also built new forts, palaces and temples. ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ഹംപിയിൽ സൗകര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം അദ്ദേഹം എന്തൊക്കെ പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു? പുതിയ ഫോർട്ട്സ് അല്ലേ, പുതിയ കോട്ടകൾ, കൊട്ടാരങ്ങൾ, അതുപോലെ ക്ഷേത്രങ്ങൾ, ഇവയൊക്കെ പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. Another important reason for his fame was religious tolerance. അതുപോലെ റിലീജിയസ് ടോളറൻസ് ആയിരുന്നു എന്ന് വെച്ചാൽ മതസഹിഷ്ണുതയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രശസ്തിക്കുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. The people of different religions were allowed to follow their beliefs freely.
അതുപോലെ എന്താ വിവിധ മതവിശ്വാസികൾ ഉണ്ടാവുമല്ലോ അല്ലേ, അവർക്ക് എല്ലാവർക്കും തന്നെ അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ജീവിക്കാനുള്ള എല്ലാവിധ ഫ്രീഡവും എല്ലാവിധ സ്വാതന്ത്ര്യവും അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചറൽ സ്ഫിയേഴ്സ് ഓൾസോ വിറ്റ്നസ്ഡ് റിമാർക്കബിൾ പ്രോഗ്രസ് അണ്ടർ കൃഷ്ണദേവരായ. അതുപോലെ കൃഷ്ണദേവരായരുടെ കാലത്ത് കലാ, സാഹിത്യ, സാംസ്കാരിക മേഖലകളും ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടായിരുന്നു. ഹി ഹാഡ് എക്സ്ട്രാ ഓർഡിനറി എറഡിഷൻ ആൻഡ് ഓതേർഡ് ദ വർക്ക്സ് അമുക്തമാല്യത ആൻഡ് ജാമ്പവതി കല്യാണം. അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ള കലാപരമായിട്ടുള്ള കഴിവൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്ന 2 കൃതികളായിരുന്നു അമുക്തമാല്യതയും ജാമ്പവതി കല്യാണവും. He promoted Telugu, Kannada and Tamil literature. Scholars known as Ashtadingajas adorned the court of Krishnadevaraya. അതുപോലെ അദ്ദേഹം തെലുങ്ക്, കന്നഡ, തമിഴ് അങ്ങനെയുള്ള സാഹിത്യങ്ങളൊക്കെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അഷ്ടദിംഗജാസ് എന്ന് പറയുന്ന പണ്ഡിതർ അവരെ കൃഷ്ണദേവരായരുടെ ആ ഒരു സദസ്സിനെ അലങ്കരിച്ചിരുന്നു എന്ന് പറയുന്നത് അല്ലേ. അവരുടെ സദസ്സിലുണ്ടായിരുന്ന ഒരു വ്യക്തി, പണ്ഡിതനായിരിക്കും അത്. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എന്ന് വെച്ചാൽ ഭരണ സംവിധാനം എങ്ങനെയായിരുന്നു എന്നാണ്. മോണക്കി പ്രിവെയിൽഡ് ഇൻ വിജയനഗര അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓൾസോ. വിജയനഗര ഭരണത്തിലും എന്തായിരുന്നു, രാജവാഴ്ചയാണ് നിലനിന്നിരുന്നത്. ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ദ കൺട്രി വാസ് ഡിവൈഡഡ് ഇൻ ടു മണ്ഡലം, പ്രൊവിനസ്, നാട്, ഡിസ്ട്രിക്ട്സ്, സ്ഥലം, സബ് ഡിസ്ട്രിക്ട്സ് ആൻഡ് ഗ്രാമ, വില്ലേജ്. അവരുടെ ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് അവർ രാജ്യത്തെ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത്. മണ്ഡലങ്ങളെന്ന്, നാടുകളെന്ന്, സ്ഥലം, അതുപോലെ ഗ്രാമങ്ങൾ, അങ്ങനെ വിഭജിച്ചിട്ടുണ്ടായിരുന്നു. ദ വാസ് ക്യാബിനറ്റ് ടു ഹെൽപ്പ് ദ കിങ്. അതുപോലെ രാജാവിനെ സഹായിക്കാനായിട്ട് ഒരു ക്യാബിനറ്റ്, ഒരു മന്ത്രിസഭ ഉണ്ടായിരുന്നു. ദ കിങ് ഹാഡ് ദ പവർ ടു ഡിമോട്ട് ആൻഡ് പണിഷ് മിനിസ്റ്റേഴ്സ്. അതുപോലെ മന്ത്രിമാരെ തരം താഴ്ത്തുന്നതിനും ശിക്ഷിക്കാനും ഒക്കെയുള്ള അധികാരം ആർക്കുണ്ടായിരുന്നു, രാജാവിനുണ്ടായിരുന്നു. ദർ വർ കോർട്സ് അറ്റ് വേരിയസ് ലെവൽസ് ഫോർ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. അതുപോലെ നീതി നിർവഹണത്തിനായിട്ട് വിവിധ തലങ്ങളിലായി എന്തുണ്ടായിരുന്നു, കോർട്ടുകൾ അല്ലേ, കോടതികൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ദ അപ്പലേറ്റ് അതോറിറ്റി വാസ് ദ കിങ് ഹിംസെൽഫ്. ഇങ്ങനെ കോടതിയൊക്കെ ഉണ്ടെങ്കിലും അപ്പീൽ അധികാരി ആരായിരുന്നു, രാജാവ് തന്നെ ആയിരുന്നു. മൈനർ ഒഫൻസസ് ആൻഡ് ലേബർ ഡിസ്പ്യൂട്ട്സ് വർ ഡെൽറ്റ് വിത്ത് ബൈ ദ വില്ലേജ് കോർട്സ് ദംസെൽഫ്. ഈ ചെറിയ ചെറിയ കുറ്റങ്ങളും അതുപോലെ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരാണെങ്കിൽ ഗ്രാമങ്ങളിലെ കോടതികളിൽ തന്നെ അത് കൈകാര്യം ചെയ്തിരുന്നു. നായകാസ് ആൻഡ് അമരനായകാസ് പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് വിജയനഗര. വിജയനഗരത്തിലെ ഭരണ സംവിധാനത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പങ്ക് വഹിച്ചവരായിരുന്നു നായകന്മാരും അതുപോലെ അമരനായകന്മാരും. ദ മിലിറ്ററി കമാൻഡേഴ്സ് വേർ നോൺ ആസ് അമരനായകാസ്. അമരനായകന്മാർ എന്നറിയപ്പെടുന്നത് ആരെയാണ്, മിലിറ്ററി കമാൻഡേഴ്സിനെയാണ് അല്ലേ, സൈനിക മേധാവികളെ ആയിരുന്നു. ദ കിങ്സ് അലോട്ടഡ് ലാൻഡ്സ് നോൺ ആസ് അമര ടു ദം. രാജാക്കന്മാർ അവർക്ക് വേണ്ടിയിട്ട് സ്ഥലങ്ങളൊക്കെ അനുവദിച്ച് നൽകിയിട്ടുണ്ടായിരുന്നു. ആ സ്ഥലത്തിന് എന്തായിരുന്നു പേര്, അമര എന്നായിരുന്നു. ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് അമര വാസ് ക്യാരിഡ് ഔട്ട് ബൈ അമരനായകാസ്. ഈ അമര എന്നറിയപ്പെടുന്ന അവർക്ക് നൽകുന്ന ആ സ്ഥലം ഉണ്ടല്ലോ, അവിടെയുള്ള ഭരണം നടത്തിയിരുന്നത് ആരായിരുന്നു, ഈ അമര നായകന്മാരായിരുന്നു. അമരനായകാസ് ഹാഡ് ദ റൈറ്റ് ടു കളക്ട് ടാക്സസ് ഫ്രം ദീസ് ഏരിയാസ്. ആ ഏരിയയിൽ നിന്നുള്ള ടാക്സ്, നികുതിയൊക്കെ ശേഖരിക്കാനുള്ള അവകാശം ഈ അമരനായകന്മാർക്ക് ഉണ്ടായിരുന്നു. ദി അമരനായകാസ് paid a fixed amount to the king. അതുപോലെ അവർ രാജാവിന് ഒരു നിശ്ചിത തുക നൽകുകയും ചെയ്തിരുന്നു. They also maintained a certain number of foot soldiers, infantry, horses and elephants. This system was called the Amaranayaka system. അതുപോലെ ഇവരെന്ത് ചെയ്യായിരുന്നു, ഒരു നിശ്ചിത എണ്ണം ഫുഡ് സോൾജിയേഴ്സിനെ, കാലാളുകളെ, കുതിരകളെ, ആനകളെ ഒക്കെ നിലനിർത്തിയിരുന്നു. ഈ ഒരു വ്യവസ്ഥയെ എന്താ പറയുന്നത്, അമരനായക സിസ്റ്റം എന്ന് വെച്ചാൽ അമരനായക സംവിധാനം എന്നാണ് വിളിച്ചിരുന്നത്. ഈ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ, അവരുടെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി എങ്ങനെയായിരുന്നു നോക്കാം. വിജയനഗര സൊസൈറ്റി കൺസിസ്റ്റഡ് ഓഫ് വേരിയസ് കാസ്റ്റസ് ആൻഡ് റിലീജിയൻസ്. വിവിധ ജാതി മത വിഭാഗങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു വിജയനഗര സമൂഹം എന്ന് പറയുന്നത്. ബ്രാഹ്മിൻസ് were the dominant group in the society. അക്കാലത്ത് ബ്രാഹ്മണർക്കായിരുന്നു സമൂഹത്തിൽ മേധാവിത്വം ഉണ്ടായിരുന്നത് അല്ലേ, അവരായിരുന്നു കുറച്ചും കൂടി മുന്നിൽ നിന്നിരുന്നത് അല്ലേ. They were entitled to the revenue from the land allotted to the temples. ഈ അമ്പലങ്ങൾക്ക്, ക്ഷേത്രങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുള്ള ഭൂമി ഉണ്ടാവില്ലേ,
അങ്ങനെയുള്ള ഭൂമിയിൽ നിന്നുള്ള വരുമാനങ്ങളൊക്കെ എടുക്കാൻ ഇവർക്കായിരുന്നു അവകാശം ഉണ്ടായിരുന്നത് അല്ലേ. ബ്രാഹ്മിൻസ് യൂസ് ടു ലീഡ് ദ റിച്വൽ ആൻഡ് റിലീജിയസ് സെറിമണീസ് ഇൻ ദി ടെമ്പിൾ. അതുപോലെ ഈ ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾ, മതപരമായിട്ടുള്ള ചടങ്ങുകളൊക്കെ ഉണ്ടാവില്ലേ, അതിനൊക്കെ നേതൃത്വം നൽകിയിരുന്നതും ആരായിരുന്നു അന്ന്? ബ്രാഹ്മണന്മാരായിരുന്നു. അതർ സെക്ഷൻസ് ഓഫ് ദി സൊസൈറ്റി വേർ മെയിൻലി എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ, ട്രേഡ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ്. സമൂഹത്തിലെ മറ്റ് വിഭാഗങ്ങൾ, ഈ ബ്രാഹ്മണരല്ലാതെ ബാക്കിയുള്ള വിഭാഗങ്ങൾ ഉണ്ടാവില്ലേ, അവര് കൃഷി, കച്ചവടം, കൈത്തൊഴിലുകൾ തുടങ്ങിയ മേഖലയിലാണ് മുഖ്യമായും ഏർപ്പെട്ടിരുന്നത്. കിങ്സ് എംപ്ലോയ്ഡ് വുമൺ ടു പ്രിപ്പയർ അക്കൗണ്ട്സ് ഓഫ് ദി റോയൽ പാലസ് ആൻഡ് ഡെക്കറേറ്റ് ഗാർഡൻസ്. അതുപോലെ രാജകൊട്ടാരത്തിൽ രാജകീയ കണക്കുകൾ തയ്യാറാക്കാനും അതുപോലെ പൂന്തോട്ടം, ഗാർഡൻസ് ഒക്കെ അലങ്കരിക്കാനും ഒക്കെ രാജാക്കന്മാർ സ്ത്രീകളുടെ സേവനം ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പോളിഗമി പ്രിവെയിൽഡ് എമംഗ് ദ വെൽത്തി ആയിട്ടുള്ള, സമ്പന്നരായിട്ടുള്ള ആളുകൾക്കിടയിൽ ബഹുഭാര്യത്വം നിലനിന്നിരുന്നു. എന്ന് വെച്ചാൽ ഈ സമ്പന്നരായിട്ടുള്ള ആളുകൾക്ക് ഒന്നിൽ കൂടുതൽ ഭാര്യമാരൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ദെൻ ചൈൽഡ് മാരേജ് ആൻഡ് ദ പ്രാക്ടീസ് ഓഫ് സതി വേർ ഓൾസോ പ്രിവലന്റ് ഇൻ സൊസൈറ്റി. അതുപോലെ ചൈൽഡ് മാരേജ്, ശൈശവ വിവാഹം, അതുപോലെ സതി സമ്പ്രദായം ഒക്കെ അന്ന് സമൂഹത്തിൽ കാണപ്പെട്ടിരുന്നു. ഇതൊക്കെ എന്താണ്? നമ്മുടെ വിജയനഗര ഭരണം നടന്നിരുന്ന സമയത്തെ അവിടുത്തെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതിയാണ് കേട്ടോ. അപ്പോൾ ഇതിലെ ഓരോ പോയിന്റ്സും നിങ്ങൾ നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഓക്കെ. ദെൻ ഇവിടെ താഴെ ഡൊമിംഗോ പയസ് എന്ന് പറയുന്ന ഒരു പോർച്ചുഗീസ് ട്രാവലർ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കുറച്ച് വാക്കുകളാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ. എന്താ നോക്കാം. ഗോയിങ് ഫോർവേഡ് യു ഹാവ് എ ബ്രോഡ് ആൻഡ് ബ്യൂട്ടിഫുൾ സ്ട്രീറ്റ്. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വിശാലവും മനോഹരവുമായ ഒരു തെരുവുണ്ട്. ഇൻ ദിസ് സ്ട്രീറ്റ് live many merchants and there you will find all sorts of rubies and diamonds and emeralds and pearls and clothes that you may wish to buy. Then a fair where they sell horses and oranges and grapes and wood. എന്താ പറയുന്നത്? ഈ തെരുവിൽ നിരവധി മെർച്ചൻസിലെ വ്യാപാരികൾ ജീവിക്കുന്നു. അവിടെ നിങ്ങൾക്ക് മാണിക്യക്കല്ലുകളും മരതകങ്ങളും പവിഴങ്ങളും മുത്തുകളും തുണിത്തരങ്ങളും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് കാണാം. അവിടെ കുതിരകൾ, ഓറഞ്ച്, മുന്തിരി, തടി തുടങ്ങിയവയെല്ലാം വിൽക്കുന്നു. അപ്പോൾ ഈ തന്നിരിക്കുന്ന ആ ഒരു സഞ്ചാരക്കുറിപ്പ് നിങ്ങൾ വായിച്ചല്ലോ. അവിടെ വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു സഞ്ചാരി ആ വിജയനഗരത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ളതാണ് അല്ലേ. മെനി ട്രാവലേഴ്സ് ഹു വിസിറ്റഡ് ദാറ്റ് കൺട്രി റെക്കോർഡഡ് ദി grandeur and richness of വിജയനഗരം. വിജയനഗരത്തിൻ്റെ പ്രൗഢി ആ രാജ്യം സന്ദർശിച്ചിട്ടുള്ള ഒട്ടേറെ സഞ്ചാരികൾ ഇതുപോലെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ദ മെയിൻ ഓക്യുപ്പേഷൻ ഓഫ് ദി പീപ്പിൾ വാസ് അഗ്രികൾച്ചർ. അവിടെയുള്ള ആളുകളുടെ മെയിൻ ആയിട്ടുള്ള തൊഴിൽ എന്ന് പറയുന്നത് കൃഷി തന്നെയായിരുന്നു. സിൽക്ക് ആൻഡ് കോട്ടൺ ക്ലോത്ത്സ് വെർ കോമൺലി യൂസ്ഡ്. സിൽക്ക്, പരുത്തി വസ്ത്രങ്ങളായിരുന്നു സാധാരണയായി അവിടെ ഉപയോഗിച്ചിരുന്നത്. ഇറിഗേഷൻ വാസ് പ്രൊവൈഡഡ് ഇൻ ദ arid ഏരിയാസ് അറൌണ്ട് വിജയനഗര. അതുപോലെ വിജയനഗരത്തിൻ്റെ ചുറ്റുമുള്ള വരണ്ട് കിടക്കുന്ന പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ എന്താക്കിയിട്ടുണ്ടായിരുന്നു? ജലസേചന യോഗ്യമാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. വെള്ളം ലഭിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ വെള്ളം ലഭിക്കുന്ന രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ദ കമലപുരം ലേക്ക് കൺസ്ട്രക്റ്റഡ് ഇൻ 15th century CE, ഹിരിയ കനാൽ ആൻഡ് ദി ഡാം across the തുംഗഭദ്ര റിവർ strengthened the agricultural sector. 15ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചിട്ടുള്ള കമലാപുരം ലേക്ക്, കമലാപുരം കുളമുണ്ട്, അതുപോലെ തന്നെ ഹരിയ കനാല്, അതുപോലെ തുംഗഭദ്ര നദിക്ക് കുറുകെ കെട്ടിയിട്ടുള്ള ഒരു അണക്കെട്ട്. ഇതൊക്കെ എന്തിനു സഹായിച്ചു എന്നാണ് പറയുന്നത്? കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ദി ലാൻഡ് വാസ് സർവേഡ് ആൻഡ് ടാക്സ്ഡ് അക്കോർഡിംഗ് ടു പ്രൊഡക്ടിവിറ്റി. ഒരു ഭൂമി സർവേ ചെയ്ത് അതിൻ്റെ ഗുണനിലവാരം എത്രയാണെന്നൊക്കെ നോക്കിയിട്ടായിരുന്നു അവർ ടാക്സ് നിശ്ചയിച്ചിരുന്നത് അല്ലേ. അപ്പാർട്ട് ഫ്രം ലാൻഡ് ടാക്സ്, ദി മെയിൻ സോഴ്സസ് ഓഫ് റവന്യൂ ടു ദ ഗവൺമെൻറ് വേർ പ്രൊഫഷണൽ ടാക്സ്, ബിൽഡിംഗ് ടാക്സ്, ലൈസൻസ് ഫീസ് ഓഫ് വേരിയസ് കൈൻഡ്സ് ആൻഡ് ഫൈൻസ് ഇമ്പോസ്ഡ് ബൈ കോർട്സ്. ഈ ലാൻഡ് ടാക്സിന്, ഭൂനികുതിക്ക് പുറമെ ഈ ഗവൺമെൻറ്റിന് കിട്ടിയിരുന്ന മെയിനായിട്ടുള്ള വരുമാന മാർഗങ്ങൾ എന്ന് പറയുന്നത് വേറെ എന്തൊക്കെയായിരുന്നു? തൊഴിൽ നികുതി ഉണ്ടായിരുന്നു, വീട്ടുനികുതി ഉണ്ടായിരുന്നു, അതുപോലെ വിവിധ തരത്തിലുള്ള ലൈസൻസ് ഫീസുകൾ ഉണ്ടായിരുന്നു, അതുപോലെ കോടതി ശിക്ഷ അനുസരിച്ചുള്ള ഫൈനുകൾ അല്ലേ. അതൊക്കെയായിരുന്നു ഗവൺമെൻറ്റിൻ്റെ മെയിൻ വരുമാന മാർഗങ്ങൾ എന്നാണ് പറയുന്നത്. വിജയനഗര ഡെവലപ്ഡ് ഇൻ ടു എ മേജർ ട്രേഡിംഗ് സെൻറ്റർ. വിജയനഗരം ഒരു വലിയ വ്യാപാര കേന്ദ്രമായി വികാസം പ്രാപിച്ചിട്ടുണ്ടായിരുന്നു. ട്രേഡേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ ആൻഡ് ദ വേൾഡ് ഫ്ലക്ക്ഡ് ടു ദ ഫേമസ് സിറ്റി ഓഫ് വിജയനഗര.
എന്താണ് ഇന്ത്യയുടെയും അതുപോലെ ഈ ലോകത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ ട്രേഡേഴ്സ് വ്യാപാരികൾ ഈ പേര് കേട്ട ഫേമസ് ആയിട്ടുള്ള ഈ വിജയനഗരത്തിലേക്ക് എത്തിച്ചേർന്നിരുന്നു. ദ റൂളേഴ്സ് ഗ്രേറ്റ്ലി എൻകറേജ്ഡ് ഫോറിൻ ട്രേഡ്. ആ ഭരണാധികാരികൾ ഈ ഫോറിൻ ട്രേഡിനെ നന്നായി എൻകറേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. വിദേശ വ്യാപാരത്തെ അവർ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ദ പോർച്ചുഗീസ് ആൻഡ് ദ അറബ്സ് ഹാഡ് മൊണോപ്പൊളി ഓവർ ഫോറിൻ ട്രേഡ്. എന്താ പോർച്ചുഗീസുകാർക്കും അറബികൾക്കുമായിരുന്നു വിദേശ വ്യാപാരത്തിൻ്റെ കുത്തക ഉണ്ടായിരുന്നത്. ട്രേഡ് വാസ് ഓൾസോ ഡൺ വിത്ത് ചൈന ആൻഡ് ശ്രീലങ്ക. അതുപോലെ ചൈന, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുമായിട്ടും ഇവർ ട്രേഡിങ് നടത്തിയിരുന്നു, വ്യാപാരം നടത്തിയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളാണ്? പോർച്ചുഗീസ്, അതുപോലെ അറബികൾ, ദെൻ ചൈന, അതുപോലെ ശ്രീലങ്ക അല്ലേ. അവരുമായിട്ടൊക്കെ അവർ വ്യാപാരം നടത്തിയിരുന്നു എന്നാണ് പറയുന്നത്. The trade of horses brought from Arabia and Central Asia was mainly done by the Arabs. അറേബ്യ അതുപോലെ മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കുതിരകളുടെ കച്ചവടം പ്രധാനമായിട്ടും നടത്തിയിരുന്നത് ആരായിരുന്നു എന്ന് പറയുന്നത്? അറബ്സ് ആണ് അല്ലേ, അറബികളായിരുന്നു. ഹോഴ്സസ് വേർ ആൻ ഇമ്പോർട്ടൻറ്റ് ഐറ്റം ഓഫ് ട്രേഡ്. ഈ കുതിര കച്ചവടവും അന്ന് നടന്നിരുന്ന ഒരു മെയിൻ ഐറ്റം ആയിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ. ലോക്കൽ ട്രേഡേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ഹോഴ്സ് ട്രേഡിംഗ് വേർ നോൺ ആസ് കുതിര ചെട്ടീസ്. ഈ കുതിര കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന ഈ ലോക്കൽ ട്രേഡേഴ്സ് ഉണ്ടാവില്ലേ, പ്രാദേശിക കച്ചവടക്കാർ, അവരെ കുതിര ചെട്ടികൾ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഗ്രാജുവലി ദ പോർച്ചുഗീസ് പുഷ്ഡ് ഔട്ട് ദ അറബ്സ് ആൻഡ് ടു കൺട്രോൾ ഓഫ് ദിസ് ട്രേഡ്. കാലക്രമേണ ഈ അറബികളെയൊക്കെ ഈ കുതിര കച്ചവടത്തിൽ നിന്നും പിന്തള്ളിപ്പിച്ചിട്ട് പോർച്ചുഗീസുകാർ ഈ ഒരു കച്ചവടത്തിൻ്റെ കൺട്രോൾ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. ഇൻകം ഫ്രം ട്രേഡ് സ്ട്രെങ്തൻഡ് ദ നേഷൻസ് എക്കണോമി. ഈ വ്യാപാരത്തിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഒരു ഇൻകം ഉണ്ടല്ലോ, ഒരു വരുമാനം അവരുടെ രാഷ്ട്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ചൈനീസ് പോട്ടറി ഫൗണ്ട് ഇൻ ദ സിറ്റി ഇൻഡിക്കേറ്റ്സ് ട്രേഡ് റിലേഷൻസ് വിത്ത് ചൈന. ആ നഗരത്തിൽ നിന്ന് ലഭിച്ച ചൈനീസ് മൺപാത്രങ്ങൾ ഈ ചൈനയുമായിട്ടുള്ള അവരുടെ കച്ചവട ബന്ധത്തെ സൂചിപ്പിക്കുന്നുണ്ട് അല്ലേ. ഇനി ഇവിടെ കൾച്ചറൽ ലൈഫ് ഓഫ് വിജയനഗരത്തിൻ്റെ കൾച്ചറൽ ലൈഫിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 2 പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. എന്താണ് ഫസ്റ്റ് തന്നിരിക്കുന്നത്? ഹസരരാം ടെമ്പിൾ ഹംപിയിലെ ഹസരരാമ ക്ഷേത്രമാണ് തന്നിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വിത്തലസ്വാമി ടെമ്പിൾ ഹംപിയിലെ വിത്തലസ്വാമി ക്ഷേത്രമാണ് തന്നിട്ടുള്ളത് അല്ലേ. ഡ്യൂറിംഗ് ദ വിജയനഗര പീരിയഡ് ദ കൾച്ചറൽ ലൈഫ് ഓൾസോ മേഡ് ഗ്രേറ്റ് പ്രോഗ്രസ്. വിജയനഗര കാലഘട്ടത്തിൽ കൾച്ചറൽ ലൈഫ്, സാംസ്കാരിക രംഗവും വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ടായിരുന്നു. Many schools were established for the study of Vedas and Shastras. വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും പഠനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സ്കൂളുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. The Vijayanagara period witnessed unprecedented growth in the fields of art, architecture and sculpture, literature and music. അതുപോലെ കല, വാസ്തുവിദ്യ, ശില്പകല, സാഹിത്യം, സംഗീതം തുടങ്ങിയ മേഖലകളിൽ വിജയനഗര കാലത്ത് അത്ഭുതകരമായ വളർച്ച ഉണ്ടായിട്ടുണ്ടായിരുന്നു. കിങ്സ് ലൈക്ക് കൃഷ്ണദേവരായ വേർ പാട്രൺസ് ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. കൃഷ്ണദേവരായരെ പോലെയുള്ള രാജാക്കന്മാർ ഈ ആർട്ടിൻ്റെയും അതുപോലെ ലിറ്ററേച്ചറിൻ്റെയും ഒക്കെ സംരക്ഷകരായിരുന്നു അല്ലേ. ദ ദ്രവിഡിയൻ സ്റ്റൈൽ ഓഫ് സ്കൾപ്ചർ വാസ് ഡൊമിനൻറ്റ് ഡ്യൂറിങ് ദിസ് പീരിയഡ്. ആ കാലയളവിൽ ദ്രാവിഡ ശില്പരീതിയാണ് കൂടുതലായിട്ടും പ്രാബല്യത്തിലുണ്ടായിരുന്നത്. Another important feature of Vijayanagara style of sculpture was the gigantic temple gates known as gopurams. അതുപോലെ ഗോപുരങ്ങൾ എന്നറിയപ്പെടുന്ന ഭീമാകരങ്ങളായ ക്ഷേത്ര കവാടങ്ങളാണ് വിജയനഗര ശില്പകലയുടെ മറ്റൊരു പ്രധാന സവിശേഷത. ദെൻ ഇവിടെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. വിരൂപാക്ഷ ക്ഷേത്രം ഹംപി, അതുപോലെ ലോട്ടസ് മഹൽ ഹംപി, ഇതൊക്കെ ഹംപിയിലുള്ള ഗോപുരങ്ങളാണ് അല്ലേ. ദെൻ ഇതുപോലുള്ള ഒരുപാട് ഗോപുരങ്ങളുള്ളൊരു പ്ലേസ് ആണ് ഹംപി എന്ന് പറയുന്നത്. The field of literature also made tremendous progress during this period. സാഹിത്യരംഗത്തും ഇക്കാലത്ത് വളരെയധികം പുരോഗതി കൈവരിച്ചിട്ടുണ്ടായിരുന്നു. തെലുങ്ക് ലിറ്ററേച്ചർ വാസ് ദ മോസ്റ്റ് ഫ്ലറിഷ്ഡ് വൺ. ഏതായിരുന്നു? തെലുങ്ക് സാഹിത്യമായിരുന്നു ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചിട്ടുണ്ടായിരുന്നത്. ന്യൂമറസ് സംസ്കൃതി വർക്ക്സ് were also translated into many regional languages during this period. അതുപോലെ നിരവധി സംസ്കൃത കൃതികൾ വിവിധ പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്തത് ഈ കാലത്താണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ മിഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. എന്തൊക്കെയായിരുന്നു? മുഗൾ ഭരണത്തെക്കുറിച്ചും അതുപോലെ തന്നെ വിജയനഗര ഭരണത്തെക്കുറിച്ചുമാണ് അല്ലേ. അവരുടെ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഇതിൽ വരുന്ന നോട്ട്സും അതുപോലെ ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.